ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ. ഏത്തപ്പഴവും ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഒരു സൂപ്പർ ടേസ്റ്റിൽ അടിപൊളിയായിട്ട് നമുക്കൊരു ഏത്തപ്പഴം പൊരിച്ചത് ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് 2 സ്പൂൺ മൈദയാണ് ഞാൻ എടുക്കുന്നത്. അരിപ്പൊടിയും മൈദയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ മൈദയിലേക്ക് ഒന്നും ഇടുന്നില്ല, അരിപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കണില്ല. പിന്നെ ഏത്തപ്പഴം ഈ രീതിയിലാണ് ഞാൻ ഉറുക്കി എടുത്തേക്കുന്നത്. 2 ഏത്തപ്പഴം ഉണ്ട്. ഇനി ബ്രെഡ് ഞാൻ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസും ഏത്തപ്പഴവുമാണ് ഇതിന് നിർബന്ധമായിട്ട് വേണ്ടത്. പിന്നെ മൈദയിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് ഇനി നമുക്ക് 1/4 സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ബാലൻസ് ആവാൻ, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഉപ്പിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കലക്കിയെടുക്കാം. എന്നാൽ ഒത്തിരി കട്ടി കൂട്ടിയെടുക്കുകയും വേണ്ട, എന്നാൽ വെള്ളം കൂടുകയും വേണ്ട, എന്നാൽ കുറയും വേണ്ട. എന്നാൽ നമുക്ക് പഴം ഇട്ട് ഇങ്ങനെ മുക്കുമ്പോൾ എന്നാൽ അതിൽ നിന്ന് ഇങ്ങനെ ലൂസായിട്ട് പോവുകയും ചെയ്യരുത്. മൈദ ഇങ്ങനെ ലൂസായിട്ട് പോവുകയും ചെയ്ത് ആ രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ മൈദയിലേക്ക് നമുക്ക് ഈ പഴമില്ലേ, ഏത്തപ്പഴം, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ബ്രെഡ് ക്രംസ് പൊതിഞ്ഞെടുക്കാവുന്നതാണ്. നന്നായിട്ട് പൊതിഞ്ഞെടുത്ത് കൊടുത്ത ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എണ്ണ തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ക്രംസ് നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് ഇത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഏത്തപ്പഴം, ഈ പഴംപൊരിയില്ലേ, അതിന് വരെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. സൂപ്പറായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. വീട്ടിലുള്ള എല്ലാവർക്കും, അംഗങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും, അത് ഉറപ്പാണ്. ഇനി ഓയിലിലേക്ക് ഞാൻ ഈ പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മൊരിച്ചെടുക്കുക. 2 വശവും നല്ലതുപോലെ മൊരിച്ച് എടുക്കേണ്ടതാണ്. ഫ്ലെയിം കുറച്ചിട്ടിട്ടൊന്ന് വേവിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് ഓവർ കുക്കായിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊന്ന് ഫ്ലെയിം കുറച്ചിട്ടിട്ടാണ് 2 വശവും ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. ഈ മൈദേൻ്റെ മിക്സിന് വരെ നമുക്ക് വേണമെങ്കിൽ മുട്ട ഉടച്ചൊഴിച്ചിട്ട് അതിനകത്ത് വേണമെങ്കിൽ മുക്കിയിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്, പഞ്ചസാര ഇട്ടിട്ട്. അങ്ങനെ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ നല്ലതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വരെ ഞാൻ ഈ മൈദയിലൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇതിൽ ഓവർ മധുരവും ആവണ്ട, എന്നാൽ പഴുത്ത പഴമായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ വീഡിയോ കാണുന്ന നല്ല സുഹൃത്തുക്കൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുമെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളൊന്ന് കൂടെ കൂട്ടിയേക്കണേ.